ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറ്, കപ്പ, ദോശ, ഇഡ്ഡലി ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഉള്ളിയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 25 ചെറിയ ഉള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം വാളംപുളി, മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പുപൊടി. നമുക്ക് ഈ പുളിക്ക് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിൽ ഉപയോഗിക്കാം. വിനാഗിരി അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളി ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് വേണം എടുക്കാനായിട്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി പുളിയിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞ് മാറ്റി വെക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്ക് പിഴിഞ്ഞ് വെച്ചാൽ മതി. നല്ലപോലെ പിഴിഞ്ഞ് ആ പുളിയുടെ പിശുകളെല്ലാം മാറ്റിയിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഇതുപോലുള്ള കല്ലിലിട്ടാണ് ഉള്ളി ചതച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ച് നമുക്ക് ചതച്ചെടുത്താലും മതി. ഇനി ഈ കല്ലിലേക്ക് ഒരു 4-5 ഉള്ളി വീതം വെച്ച് നമുക്ക് ചതച്ചെടുക്കണം. കുറേശ്ശിട്ട് ചതച്ചാൽ മതി, അല്ലെങ്കിൽ കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തെറിച്ചു പോകും. ആദ്യം നമ്മളിട്ട് ഉള്ളി ഒരുവിധം ചതഞ്ഞ് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഉള്ളിയും കുറേശ്ശെ ഇട്ട് നമ്മൾ ചതച്ചെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കല്ലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി കൂടുതൽ അരിഞ്ഞു പോകരുത്. കൂടുതൽ അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചമ്മന്തി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ചതച്ച് വേണം എടുക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇപ്പോൾ ഉള്ളി കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ചതച്ചെടുത്ത ഉള്ളിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നിരടി യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും. ഇപ്പം ചിലർക്കാണെങ്കിൽ മുളകൊക്കെ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പുകച്ചിലെടുക്കും. അങ്ങനെയുള്ള ഒരു സ്പൂൺ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അവസാനം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. നാവിൽ കൊതിയൂറും ഉള്ളി മുളക് ചമ്മന്തി റെഡിയായി കഴിഞ്ഞാൽ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.